നിങ്ങളുടെ മക്കൾ പഠിക്കാൻ പിന്നിലായതിന്റെ കാരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മിക്ക വീടുകളിലും മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കും. എന്നാൽ കുറച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ ഇത് പഠിച്ച കാര്യങ്ങൾ ചോദിച്ചാൽ കുട്ടികൾക്ക് തിരിച്ചു പറഞ്ഞ് തരാൻ കഴിയാറില്ല. വീണ്ടും പഠിപ്പിക്കും, വീണ്ടും കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടാവുന്നത്. പിന്നീട് മാതാപിതാക്കൾക്ക് ദേഷ്യം വരികയും ബഹളവും അടിയും പിടിയും ഒക്കെ ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാതാപിതാക്കൾ പഠനത്തിന് പിന്നിലാവുന്നതിൻ്റെ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നതിൻ്റെ കാരണം അറിയണം. ഒന്നാമതായി ശ്രദ്ധ കുറവുള്ള കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുക്കാൻ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ കുട്ടികളുടെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളെ കാര്യം എല്ലാവർക്കും അറിയാം. ഒരു 5-10 മിനിറ്റ് അവരെ അടക്കി ഇരുത്താൻ കഴിയുകയില്ല. ഇനി അഥവാ ഒരു 5-10 മിനിറ്റ് ഇരുന്നാൽ തന്നെ അതിൽ പകുതി സമയം അവർ മറ്റുള്ള കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ പോകുന്നത്. അങ്ങനെ വരുമ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവരുടെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകുന്നു. ഇനി മൂന്നാമതായി വരുന്നത് പഠന വൈകല്യമുള്ള കുട്ടികളിൽ വായനയിലും എഴുത്തിലും മാത്സിലും ഒക്കെ പ്രയാസം അനുഭവപ്പെടും. വായനയിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, കൂട്ടി വായിക്കാൻ പറ്റാത്ത അവസ്ഥ, വായിക്കുമ്പോൾ അക്ഷരം വിട്ടുപോകുന്നത്, അക്ഷരങ്ങൾ തലതിരിഞ്ഞു പോകുന്നത് ഒക്കെ വായനയിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇനി എഴുത്തിൽ വരുമ്പോഴോ കുട്ടികൾക്ക് ബോർഡിൽ നോക്കി എഴുതാൻ പറ്റാത്തൊരവസ്ഥ, സ്വന്തമായി എഴുതാൻ പറ്റാത്ത അവസ്ഥ, അക്ഷരങ്ങൾ തന്നെ മാറിപ്പോകുന്നു, എഴുതുമ്പോൾ കൃത്യമായ അകലം സൂക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും എഴുത്തിലും അനുഭവപ്പെടുന്നു. മാത്സിൽ ബേസിക് അടിസ്ഥാനപരമായ കണക്ക് കൂട്ടലുകൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഇൻഫോർമേഷൻ കൃത്യമായി അവരുടെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. നാലാമതായി നമ്മൾ മാതാപിതാക്കൾ കുട്ടികളെ ഭയപ്പെടുത്തി ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ കൃത്യമായ ഇൻഫോർമേഷൻ അവരുടെ ലോങ് ടേം മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകുന്നു. അഞ്ചാമതായി അവർ കാണാതെ പഠിക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ കാണാതെ പഠിക്കുന്ന ശീലം കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. എന്നാൽ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻ അവരുടെ ബ്രെയിനിൽ ചെയിൻ രൂപത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടാൻ പ്രയാസം അനുഭവപ്പെടും. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി കറക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ. എത്രയും നേരത്തെ കണ്ടെത്തുക വഴി അവരുടെ പഠനയാത്രയിൽ കോംപ്ലിക്കേഷൻ ഇല്ലാതെ അവരുടെ സ്കില്ലനുസരിച്ച് അവർക്ക് അനുയോജ്യമായ ഒരു ജോലി കണ്ടെത്താൻ കഴിയും. ഇതിനു വേണ്ടത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെയോ സമീപിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ടും പിന്തുണയും തേടുകയാണ് വേണ്ടത്.